ഹായ് എവരിവൺ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസും അതുപോലെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡി സി ജനറേറ്റർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അതിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ജനറേറ്ററിൻ്റെ ബേസിക് വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതും ഒരു സിംഗിൾ ലൂപ്പ് ജനറേറ്റർ അല്ലെങ്കിൽ സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പറയുകയാണ്. ഓക്കെ, സിംഗിൾ ലൂപ്പ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. കാരണം എന്താ വെച്ചാൽ സിംഗിൾ ലൂപ്പ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ആർമേച്ചർ എന്ന് പറയുന്നത് ഒരു കുറേ അധികം കണ്ടക്ടറുകളുടെ ഒരു കൂട്ടത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആർമേച്ചർ വൈൻഡിങ്ങുകളുടെ ഒരു കൂട്ടം. അതായത് ഒരു കോറിൽ വൈൻഡിങ്ങുകൾ കൂടുതൽ അതിൻ്റെ ഒരു കൂട്ടത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആർമേച്ചറായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു കോയിൽ മാത്രം നമ്മൾ എടുത്തിട്ട് ബേസിക്കായിട്ട് ഉണ്ടാവുന്ന എങ്ങനെയാണ് അതിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ സിംഗിൾ ലൂപ്പ് അല്ലെങ്കിൽ സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് വരിക ക്വസ്റ്റ്യനും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സിംഗിൾ ലൂപ്പ് ജനറേറ്റർ എന്ന് നോക്കാം. അതായത് എ സിംഗിൾ ലൂപ്പ് ജനറേറ്റർ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ ഇസ് എ ബേസിക് കൺസെപ്റ്റ് ഓഫ് എ DC generator. It is a conductor placed between the magnet bars. These magnet bars may be of permanent magnet or electromagnet. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അതായത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു DC ജനറേറ്ററിൻ്റെ എന്താണ് ബേസിക് കൺസെപ്റ്റാണ്. അതായത് DC ജനറേറ്റർ ആയാലും AC ജനറേറ്റർ ആയാലും അതിൻ്റെ ബേസിക് കൺസെപ്റ്റാണ് എന്ത് എന്ന് പറയുന്നത് ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒരു കണ്ടക്ടർ ഉണ്ടാവും. ഒരു കണ്ടക്ടറായിട്ട് നമ്മൾ ഒരൊറ്റ കോയിലിനെ ചിലപ്പോൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരൊറ്റ കോയിലിനെ നമ്മളൊരു കണ്ടക്ടറായിട്ട് എടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു രണ്ട് മാഗ്നറ്റുകളെ, അതായത് ഒരു നോർത്ത് പോളിൻ്റെയും ഒരു സൗത്ത് പോളിൻ്റെയും ഇടയിലാണ് ഈ മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള മാഗ്നറ്റ് ഒന്നുകിൽ എന്താവാം നമ്മളൊരു പെർമനൻറ്റ് മാഗ്നറ്റ് ആയിട്ട് കൺസെപ്റ്റിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ടും എടുക്കാം അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ് എന്നും നമുക്ക് എന്ത് ചെയ്യാം സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു രണ്ട് നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയ്ക്ക് ഒരു കോയിൽ ജസ്റ്റ് ഒരൊറ്റ സിംഗിൾ കോയിൽ ഓഫ് കണ്ടക്ടർ എന്ത് ചെയ്യാണ് കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഇപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് പോളുകൾ എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നോർത്തും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാണ് സൗത്തുമായിട്ട് എടുക്കണം. കാരണം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ആരോ മാർക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ അതിൻ്റെ ഇടയിൽ കാണിച്ചിരിക്കുന്ന AB എന്ന് പറയുന്ന കോയിലാണ് എന്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു കണ്ടക്ടറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. ആർമേച്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തിനെയാണ് നമ്മൾ ഈ കണ്ടക്ടറിനെയാണ്, അതായത് ഈ ലൂപ്പിലുള്ള കണ്ടക്ടറിനെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡ് സ്റ്റിൽ. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രഷ് രണ്ട് സ്ലിപ്പ് റിങ്ങുകൾ ഉണ്ടാവും. ആ സ്ലിപ്പ് റിങ്ങുകളിൽ രണ്ട് ബ്രഷ് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലോഡിലേക്ക് അല്ലെങ്കിൽ സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്ലിപ്പ് റിങ്ങുകൾ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ AC ജനറേറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ലിപ്പ് റിങ്ങുകൾ വെക്കുന്നത്. അതായത് രണ്ട് സ്ലിപ്പ് റിങ് ഉണ്ടാവുക എന്തിലാണ് AC ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിലായിരിക്കും നമ്മൾ എന്തുണ്ടാവുക രണ്ട് സ്ലിപ്പ് റിങ്ങിൽ ഉണ്ടാവുക. ഇനി DC ജനറേറ്ററിലേക്ക് വരുമ്പോൾ സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം സ്പ്ലിറ്റ് റിങ്ങുകളാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് സ്ലിപ്പ് റിങ്ങിനെ ഒറ്റ സ്ലിപ്പ് റിങ് ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യണം നമ്മൾ അതിനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കിയിട്ട് ഒന്നാമത്തേനെ പാർട്ട് A എന്നും രണ്ടാമത്തേനെ പാർട്ട് B എന്നും പാർട്ട് Aയിലൊരു ബ്രഷും പാർട്ട് Bയിലൊരു ബ്രഷും വെച്ചാണ്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ലോഡിലേക്ക് കൊടുക്കുക. രണ്ട് സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ് വെക്കും. അപ്പോൾ അത് വരുന്നത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്ററിൽ നിന്നായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും AC പകരം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്തായിരിക്കും DC ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ. AC സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ DC സിമ്പിൾ ലൂപ്പ് ജനറേറ്ററും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് എന്താണ് ഈ സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ് ആയിരിക്കും എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ AC കിട്ടുന്നതിന് പകരം നമുക്ക് DC ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ വരുന്ന മാറ്റവും അത് എങ്ങനെയാണ് വരുന്നത് എന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഈ സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ AC പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് EMF ഉണ്ടാവുന്നത്. അത് EMF AC ആണ് ഉണ്ടാവുന്നത്. സ്ലിപ്പ് റിംഗ് ആയതുകൊണ്ട് AC ആവും ഉണ്ടാവുക. AC സൈൻ വേവ് ആണ് എന്ന് നമുക്കറിയാം അല്ലേ. സൈൻ വേവ് എന്ന് പറഞ്ഞാൽ ആദ്യം 0-യിലായിരിക്കും, പിന്നെ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലേക്ക് പോവുകയും പിന്നെ അതെന്ത് ചെയ്യാണ്, അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്ത് മിനിമം ആവുകയും 0 ആവുകയും ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ അതേ പോലെ തന്നെ മാക്സിമത്തിലേക്ക് പോവുകയും, പക്ഷേ ആ മാക്സിമത്തിലേക്ക് പോകുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. നെഗറ്റീവ് മാക്സിമം ആവുകയും പിന്നെ അതെന്ത് ചെയ്യാണ്, അത് പിന്നെ അതേപോലെ തന്നെ മിനിമത്തിലേക്ക് വരികയാണ് എന്ത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് the basic working of a simple loop generator, when the two wires or conductors or coils are placed between magnet bars and imagine the coil is rotating clockwise, the flux starts changing its value and it is a result of EMF induced in it. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളാണ്. അതായത് നമ്മൾ കോയിൽ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ക്ലോക്ക് വൈസിൽ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കോയിൽ എന്ത് ചെയ്യാണ്, നോർത്തിൽ നിന്നും സൗത്തിലേക്കുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാണ്. ആ കട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ടാവും, EMF, ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഉണ്ടാവും, കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാണ്, EMF പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എ സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് 2 conductors or coil, 2 magnet bars or 2 slip rings. They are insulated with each other and from central shaft the normal wire or connection is required. The rotating coil may be assumed as armature and the magnet bars are field magnets. അതായത് ഫീൽഡ് മാഗ്നറ്റ് ആയിട്ടാണ് സിമ്പിൾ ലൂപ്പ് ജനറേറ്ററിൽ നമ്മൾ എന്തിനെ കാണുന്നത് എന്ന് പറഞ്ഞത്, നമ്മൾ മാഗ്നറ്റിനെ കാണുന്നത്. ഫീൽഡാണത്, അല്ലെങ്കിൽ പോളാണത്. ഓക്കെ, ആ ഫീൽഡിലേക്കാണ് നമ്മൾ, അത് ഇലക്ട്രോ മാഗ്നറ്റ് ആവാം, പെർമനൻറ്റ് മാഗ്നറ്റ് ആവാം, മാഗ്നറ്റിസം ആയിട്ട് അതിലേക്കാണ് നമ്മൾ ഈ കോയിലിനെ എന്തായിട്ട് കൊടുക്കുന്നത്, കണ്ടക്ടറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കണ്ടക്ടറായിട്ട് കൊടുക്കുമ്പോൾ കണ്ടക്ടർ എന്ത് ചെയ്യാണ്, അതിലൂടെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ കൂടി എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഫ്ലക്സ് ഉണ്ടാവുന്ന, അതിൽ EMF ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, assume that the coil of 2 conductors are rotating in a clockwise direction. The coil as fixed in between field and flux linked starts changing its value. As a result, EMF is induced in it. It is proportional to the rate of change of flux linkage. അതായത് ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് എത്ര റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, അതായത് കട്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിൻ്റെ എണ്ണം എത്ര കൂടുന്നോ അത്രയും മാക്സിമം ആവുകയും അല്ലാത്ത സമയത്ത് അത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ EMF ഏറ്റവും കുറവ് 0 വരുന്നത് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഏറ്റവും കുറയുന്ന സമയത്തും, അതായത് മാക്സിമം ആവുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഏറ്റവും കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം ആവുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, when the coil reaches 90 degree in the process of rotating, the coil sides don't cut the flux and flux move parallel between them. As a result, അതായത് 90 ഡിഗ്രിയിൽ എന്താവുമ്പോൾ, പിന്നെ പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുമ്പോൾ, കറക്റ്റ് 90 ഡിഗ്രിയിൽ എന്തായിട്ട് നിൽക്കുമ്പോൾ, ഫ്ലക്സിന് 90 ഡിഗ്രി ആയിട്ട് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്, ഫ്ലക്സ് മൂവ് ചെയ്യുന്നത് പാരലായിരിക്കും. അപ്പോൾ അതിൽ എന്തുണ്ടാവില്ല, EMF ഉണ്ടാവില്ല. EMF ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ 0-ലായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കണ്ട പോലെ. As the coil continues its rotation, the amount of increases to maximum, and when the coil reaches again 90 degree, when its case maximum flux induces, the maximum flux is produced എന്നാ പറയുന്നത്. അതായത് നമ്മൾ പറയുന്നത് ഈ ഫിഗർ വെച്ചിട്ടാണ്. ഓക്കെ, അതായത് ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ആർമേച്ചർ AB എന്ന് പറയുന്നത് നമ്മൾ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ AB എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഫസ്റ്റ് ടൈമിൽ എന്താണ്, അപ്പോൾ 0 ആണ്.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അപ്പോൾ എന്തുണ്ടാവും, 0-ലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതിങ്ങനെ കറങ്ങി 90 ഡിഗ്രി വരുമ്പോൾ ഇതാണ് പൊസിഷൻ, പാരലായിരിക്കും ഇതിനുണ്ടാവുക. എന്ത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് പാരലായിട്ടായിരിക്കും എന്തുണ്ടാവുക, കണ്ടക്ടർ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വന്ന് മാക്സിമത്തിലെത്തും, ഏറ്റവും മാക്സിമം. മാക്സിമത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യാണ്, അതുപോലെ തന്നെ വീണ്ടും തിരിയാണ്. ഇവിടെ എ ഇവിടെയും ബി ഇവിടെയും ആയ സ്ഥിതിക്ക് നെക്സ്റ്റിൽ എന്താണ്, വീണ്ടും ക്ലോക്ക് വൈസ് തിരിഞ്ഞ് ബി ഇവിടെയും എ ഇവിടെയും ആയി. അപ്പോൾ അതെന്തായി, വീണ്ടും അത് കുറഞ്ഞ് അതായത് ഇത് മാക്സിമത്തിലെത്തി, മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞ് എന്തായി, മിനിമത്തിലെത്തി. ഓക്കെ, ഇനി ഇത് നേരെ ഓപ്പോസിറ്റിലാണ്. അതായത് എ എവിടെയായിരുന്നു, ഈ സൈഡിലായിരുന്ന എങ്ങോട്ട് മാറി, ഈ സൈഡിലേക്ക് ആവുകയാണ്. അപ്പോൾ അത് നേരെ തിരിയുമ്പോൾ എന്താണ്, നെഗറ്റീവ് മാക്സിമം ആവുകയാണ്. നെഗറ്റീവ് മാക്സിമം ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതെന്തായി, തിരിഞ്ഞ് വീണ്ടും എന്താണ്, എ ബി ആദ്യത്തെ പൊസിഷനിലേക്ക് തന്നെ വന്നപ്പോൾ അത് വീണ്ടും എന്തായി, 0 ആയി. പിന്നെ ഇതെന്താണ്, അപ്പോൾ ഒരു സൈക്കിൾ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ 2 എണ്ണം എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും. ആ ഒരു സൈക്കിൾ വീണ്ടും സൈക്കിളുകൾ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു EMF ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ EMF ഉണ്ടാവുമ്പോൾ അത് DC-യിലാവുമ്പോൾ എന്താ വെച്ചാൽ സ്ലിപ്പ് റിങ്ങിന് പകരം നമ്മൾ എന്താണ് കൊടുക്കുന്നത്, സ്പ്ലിറ്റ് റിങ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്പ്ലിറ്റ് റിങ് എന്ന് പറയുന്നത് നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. സ്പ്ലിറ്റ് റിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ലിപ്പ് റിങ്ങിനെ എന്താണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. കട്ട് ചെയ്തിട്ട് ഇത് ഒന്നാമത്തെ സ്പ്ലിറ്റ് റിങ്, അതുപോലെ രണ്ടാമത്തെ സ്പ്ലിറ്റ് റിങ്, അതാണ് എന്തിലേക്ക് കൊടുത്തത്, ലോഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു ഫീൽഡിൻ്റെ 2 ഇതുണ്ട്. ഇത് നോർത്ത് പോൾ ആയിരിക്കും, ഇത് സൗത്ത് പോൾ ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ എന്താണ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത്, കോയിലിൻ്റെ ഒന്നാമത്തെ പൊസിഷൻ. ഇത് രണ്ടാമത്തെ പൊസിഷൻ, ഇത് മൂന്നാമത്തെ പൊസിഷൻ, ഇത് നാലാമത്തെ പൊസിഷൻ അല്ലേ. ഈ നാലാമത്തെ പൊസിഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പാരലൽ, പിന്നെ പെർപെൻഡിക്കുലർ, പിന്നെ പാരലൽ, പിന്നെ പെർപെൻഡിക്കുലർ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ 90 ഡിഗ്രീസിലുണ്ടാവുന്ന കണ്ടീഷൻ. അപ്പോൾ സ്പ്ലിറ്റിംഗ് ആകുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം എന്താ വിചാരിച്ചാൽ, ഇതിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയറക്ഷൻ മാറുന്നില്ല. അതായത് കമ്മ്യൂട്ടേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ആവാനുള്ള സാധ്യത ഇല്ല, ഡയറക്ഷൻ മാറില്ല. നേരത്തെ പോലെ എന്ത് ചെയ്തിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ കൂടി, ആർമേച്ചറിൻ്റെ കണ്ടക്ടർ കറങ്ങുന്നുണ്ടെങ്കിൽ കൂടി ഈ ഫ്ലക്സ് ഇതിലുണ്ടാവുന്ന കറണ്ട് ഡയറക്ഷനിൽ എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. അതായത് മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് പോയി, പിന്നെ മിനിമത്തിലേക്ക് വന്നു, പിന്നെ ഈ സ്ലിപ്പ് റിങ് അതുപോലെ തന്നെയാണ്. അതായത് വേരിയേഷൻ വരുന്നില്ല, മാക്സിമത്തിൽ പോയി മിനിമത്തിൽ വരുന്നു. അതിൻ്റെ ഡയറക്ഷനിൽ എന്ത് വരില്ല, ആർമേച്ചർ കണ്ടക്ടറിൻ്റെ ഡയറക്ഷനിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഈ സ്പ്ലിറ്റ് റിങ് നമ്മൾ സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ് യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അവിടെ നമുക്ക് ഔട്ടറിൽ കിട്ടുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനിൽ എന്ത് വരുന്നില്ല, അല്ലെങ്കിൽ സർക്യൂട്ടിലേക്ക് കിട്ടുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വരുന്നില്ല. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വരാത്തടത്തോളം കാലം അതെന്താണ്, DC ആണ്. കാരണം AC എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, AC എന്ന് പറയുന്നത്. അതില്ലാത്തത് കൊണ്ട് ഇതെന്താണ്, നമുക്ക് DC ജനറേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അതായത് ബേസിക് വർക്കിംഗ് ചോദിച്ചാൽ, അതായത് ജനറേറ്ററിൻ്റെ വർക്കിംഗ് 8 മാർക്കിനോ 7 മാർക്കിനോ ഒക്കെ ചോദിച്ചാലും നമ്മൾ ഏതുതന്നെയാണ്, ഇത് തന്നെ, ഈ സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യത്യാസം വരുത്താം. അതായത് AC വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മളൊരു ഫിഗർ കാണിച്ചില്ലെങ്കിൽ നമുക്ക് ACയുടെ ഫിഗർ DCയുടെ ഫിഗർ കാണിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് റിങ് വെച്ചാണ്ട് ഈ ഫിഗറിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്ലിപ്പ് റിങ്ങിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് റിങ്ങും കൂടി യൂസ് ചെയ്തിട്ട് രണ്ടാമതൊരു ഫിഗർ കൂടി നമുക്ക് എന്ത് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് സ്പ്ലിറ്റ് റിങ്. ഇതാണ് പറയുന്നത്, DC ജനറേറ്ററിൻ്റെ സിംഗിൾ ലൂപ്പ് ജനറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് വെച്ച് എന്ത് വ്യത്യാസം വരും, ഇങ്ങനെ വ്യത്യാസം വരും, വേവ് ഫോമിൽ ഇങ്ങനെ വ്യത്യാസം വരും. ശരിക്ക് നമ്മൾ AC പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യം AC പറഞ്ഞിട്ട് നമ്മൾ DCയിലേക്ക് പോയത്. ഓക്കെ, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഫിഗറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റായിട്ടുള്ള DC മാത്രമായിട്ട് നമുക്ക് വരയ്ക്കാം. AC വരച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, DC സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ AC ആവുമ്പോൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ DC ആവുമ്പോൾ ഫിഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേവ് ഫോം എന്ന് പറയുന്നത് ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന
അതുപോലെ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്, സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.